കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജീവിതത്തിൽ വൈശിഷ്ട്യം നേടാൻ തടസ്സം നിൽക്കുന്ന 20 കാരണങ്ങൾ. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടണമെന്ന് നമ്മൾ ഒരിക്കൽ ജീവിതത്തിൽ വിജയം നേടാനുള്ള 8 ചവിട്ടുപടികളൊക്കെ കേട്ടു പഠിച്ചു. ജീവിതത്തിലെ വൈശിഷ്ട്യം നേടാൻ തടസ്സം നിൽക്കുന്ന 20 കാരണങ്ങളുണ്ട്. ഈ 20 കാരണങ്ങളിൽ 10 കാരണങ്ങളും സ്ഥിരം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പലർക്കും വിജയം നേടാൻ സാധിക്കാതെ പോകുന്നത്. നമ്മുടെ ജീവിതം ഗിയറുകളുള്ളൊരു സൈക്കിള് പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗിയർ ഉള്ളൊരു സൈക്കിള് പോലെയാണ്. സൈക്കിളിന് ഗിയർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഗിയറുകൾ പലതും ഒരിക്കലും ഉപയോഗിക്കാറില്ല. അപ്പം നമ്മുടെ ജീവിതമാകുന്ന സൈക്കിളിൽ ഗിയർ ഉണ്ടെങ്കിലും നമ്മൾ ആ ഗിയറുകൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. വെറുതെ ഇങ്ങനെ ഓടിച്ചു ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിള്. അപ്പം അപകട സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിസ്ക് എന്താണ് ഏറ്റെടുക്കാൻ നമ്മൾ ഉള്ള വിമുഖത, അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള വിമുഖത, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ഥിരോത്സാഹത്തിന്റെ അഭാവം. സ്ഥിര ഉത്സാഹം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യും, അത് മതി, ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നു. സ്ഥിരോത്സാഹം. ഇന്നത്തേനേക്കാൾ ഉത്സാഹം ഉണ്ടായിരിക്കണം നാളത്തേനേക്കാൾ ഉത്സാഹം ഉണ്ടാകും മറ്റന്നാ. നമ്മൾ നേരത്തെ പണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ എന്തായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു, അതിനേക്കാൾ കൂടുതലായിരിക്കണം ഈ വർഷം. അപ്പോൾ സ്ഥിരോത്സാഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഉത്സാഹത്തോടെ ഉന്മേഷഭരിതനായിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ജീവിതത്തിൽ പല തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും നാം പരാജിതരാകുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ പ്രതിബന്ധങ്ങൾ നമ്മൾ നേരിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുന്നില്ല. ഒരിക്കലും നമുക്ക് പരാജയപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ സ്ഥിരോത്സാഹിയാണ്. നമുക്ക് സ്ഥിരം ഉന്മേഷം കൂടി വരികയാണ്. സ്വകാര്യമായ സംതൃപ്തി നേടാനുള്ള വ്യഗ്രത. സ്വന്തമായിട്ട് സംതൃപ്തി. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംതൃപ്തി വേണം. ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നേടുന്നുണ്ടെങ്കിലും അതിനും സംതൃപ്തി വേണം. അപ്പോൾ അങ്ങനെയുള്ള സംതൃപ്തി. രായ്ക്ക് രാമാനം 10 ലക്ഷം രൂപ നേടാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോട്ടറി എടുക്കുന്നത്, ഇല്ലേ? ഇന്ന് ലോട്ടറി എടുത്താൽ നാളെ നറുക്കെടുക്കും, നമുക്ക് കോടികൾ കിട്ടും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടും. അപ്പൊ ഇന്ന് ലോട്ടറി എടുത്ത് നാളെ രാവിലെ പേപ്പർ നോക്കുമ്പോൾ പേപ്പറിൽ നോക്കി ലോട്ടറി അടിച്ചു, 10 ലക്ഷം രൂപ കിട്ടി. ആ വ്യഗ്രതയാണ് നമ്മളെ ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലോട്ടറി വൻ വ്യവസായമായി വളർന്നതും എന്തുകൊണ്ടാണ്? ഈ ഒരു ചിന്താഗതിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ചിന്താഗതിയാണ്. ഇന്നെടുത്താൽ നാളെ പണക്കാരനാവും എന്നുള്ള ചിന്താഗതി. അപ്പോൾ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒറ്റമൂലി കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്തും മറ്റു കാര്യങ്ങളും ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ? ഫോണിൽ കൂടെ ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ? ഫോണിൽ കൂടെ പരിഹാരം പറയാം. അയാൾ ജനിച്ചപ്പോൾ തൊട്ട് 55 വയസ്സ് വരെ അനുഭവിച്ച പ്രശ്നങ്ങളൊന്നുമല്ല. എന്നിട്ട് പോലും അയാൾ പറയുന്നത് എന്താ? എനിക്ക് ഫോണിൽ കൂടെ ഒരു പ്രശ്നം പറഞ്ഞു തരാൻ പറ്റുമോ? അതിൻ്റെ പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ? സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു കൗൺസിലിങ്ങിന് പോലും വന്ന് 1 മണിക്കൂർ ഇരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ 1 മണിക്കൂർ അയാൾക്ക് വേണ്ടി സ്വന്തമായിട്ട് തനിക്ക് വേണ്ടി ചെലവഴിക്കാൻ പണമോ സമയമോ ഇല്ലാത്തൊരു വ്യക്തി, അദ്ദേഹം പിന്നെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കും? അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചേ പറ്റൂ. മുൻഗണനാക്രമത്തിന്റെ അഭാവം. എന്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അത് കൊടുത്തേ പറ്റൂ. മുൻഗണനാക്രമത്തിന്റെ അഭാവം, അതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാവരുത്. മുൻഗണന എന്തിനു കൊടുക്കണമെന്നറിയാതെ നാം സമയം പാഴാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കുന്നു. അപ്പോൾ മുൻഗണനാക്രമം, ഓരോന്നിൻ്റെ മുൻഗണനകൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ തീർത്ത് പോവുക. കുറുക്ക് വഴികൾ, പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് വഴികൾ തേടുന്ന ശീലം. പെട്ടെന്ന് കാര്യം സാധിക്കുക, ഞാനില്ലാണ്ട് തന്നെ എവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുക. അപ്പോൾ കുറുക്ക് വഴികൾ തേടുന്ന ശീലം. പ്രതിജ്ഞാബദ്ധതയുടെ അഭാവം. ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രതിജ്ഞ എടുത്ത് എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ അത് പ്രതിജ്ഞ എടുക്കണം. പണ്ട് ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞങ്ങളുടെ സാറ് ട്രെയിനിങ് എടുത്ത സമയത്ത് സാറ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിജയിക്കണം എന്ന് തോന്നുന്നവർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അടുത്ത 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തിന് ശേഷം നിങ്ങൾ ഇന്നതായിരിക്കും ഞാൻ എന്ന് ഇവിടെ വച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. വ്യവസായിയോ അധ്യാപകനോ ടീച്ചറോ മറ്റു കാര്യങ്ങളോ എന്തായിരിക്കും, കൗൺസിലറോ ഡോക്ടറോ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിന് നിങ്ങൾ ഇവിടെ വച്ചൊരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയിലൂടെ ആയിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ ഗോൾ അതായിരിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ എന്താണ്? തീർച്ചയായിട്ടും എന്താണ്? വിജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുറച്ചധികം പേരിയ്ക്കുന്നുണ്ട്. ചിലവർ മിണ്ടിയില്ല. ചിലവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞു, ഇപ്പം എനിക്ക് അങ്ങനെ
അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാറേ. കാരണം എന്തുകൊണ്ടാണ് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താ? അയാളുടെ ലൈഫിൽ അയാൾക്ക് ലക്ഷ്യബോധം ഇല്ല, മാനുവൽ ടേൺ ഇല്ല, അതായത് ഒരു മാൻ പവർ ഇല്ല, അയാൾക്ക് അങ്ങനെ ഒരു ഇതില്ല, എങ്ങനെ ടേൺ ഓവർ ഇല്ല, അയാൾ എങ്ങനെ വിജയിക്കണം, എങ്ങനെ എന്തിലേക്ക് എത്തണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞു, ക്ലാസ്സിന് വരാൻ പറഞ്ഞു, വന്നു ഇരുന്നു കേട്ടു, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി പുള്ളി ചിന്തിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ കുറുക്ക് വഴികൾ തേടുന്ന ശീലം, ഒപ്പം തന്നെ ബദ്ധതയുടെ അഭാവം, പ്രതിജ്ഞ ഉണ്ടായിരിക്കണം, പ്രതിജ്ഞയുടെ അഭാവം ഉണ്ടാവരുത്. നമ്മൾ പ്രതിജ്ഞ ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലെത്തി ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ആസൂത്രണം ചെയ്യാനും തയ്യാറെടുക്കാനോ ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആസൂത്രണം ചെയ്യണം. എന്നിട്ട് അത് രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. എല്ലാവർക്കും ജയിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാവരുടെ ഇച്ഛാശക്തി കുറച്ച് പേർക്കുള്ള തയ്യാറെടുപ്പേ ഉണ്ടാവുള്ളൂ. ലക്ഷ്യം പ്ലസ് മൂല്യബോധം പ്ലസ് ആസൂത്രണം പ്ലസ് പരിശീലനം പ്ലസ് സ്ഥിരോത്സാഹം പ്ലസ് ക്ഷമ പ്ലസ് ആത്മാഭിമാനം, ഇതായിരിക്കണം നമ്മുടെ ഫോർമുല. ഇങ്ങനെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകേണ്ട കാര്യങ്ങൾ. ന്യായീകരണങ്ങൾ ഒരുപാടാണ്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ രാശി നല്ലതല്ല, എൻ്റെ സമയം മോശമാണ്, ഞാൻ ഭാഗ്യവാനല്ല, ഞാൻ നിർഭാഗ്യവാനാണ്, എനിക്ക് സൗന്ദര്യമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് പറഞ്ഞ് നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെയെല്ലാം, ഈ പറയുന്ന ഈ ന്യായീകരണങ്ങളെയെല്ലാം നമ്മൾ മാറ്റിവെക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ചവിട്ടുപടികളാണ്. ഈ ചവിട്ടുപടികളെയൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോവുക.